അതായത് ഇറാൻ US സമാധാന ധാരണ വൈകാതെ നടപ്പിലാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. യൂറോപ്പിൽ ഈ ആഴ്ച അവസാനം സമാധാന ധാരണ ഒപ്പുവയ്ക്കുമെന്നും പറഞ്ഞിരുന്നു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന നിലപാടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പിന്മാറുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണ ശ്രമം അതിനെ അമേരിക്ക ചേർക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഐസൻ, അതായത് സമാധാന ധാരണ നടപ്പിലാകുമോ? രാഖി, അശ്വതി, തീർച്ചയായും ഈ സമാധാന ധാരണ നടപ്പിലാകും എന്നാണ് പ്രാഥമികമായി ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ട്രംപിൻ്റെ ആ ഒരു നിലപാട് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ട്രംപിൻ്റെ നിലപാടിൽ ഏറ്റവും ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ ആക്രമണം നടക്കുമ്പോൾ ഒരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ്. എന്നാൽ ഇന്നലെ അതിശക്തമായ ഒരു സമൂഹമാധ്യമ പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചത്. ആ സമൂഹമാധ്യമ പോസ്റ്റിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് രാത്രി കടുത്ത ആക്രമണം ഉണ്ടാകും, ഖർഗ് ദ്വീപ് പിടിച്ചടക്കും, അത്തരത്തിലുള്ള വിവിധങ്ങളായ കാര്യങ്ങളൊക്കെയാണ് അറിയിക്കുകയും ചെയ്തത്. പക്ഷേ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് തന്നെ ഖർഗ് ദ്വീപ് പിടിച്ചടക്കുന്നത് സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്ന സൂചനകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സൂചനകൾ, സ്ഥിരീകരിക്കാത്ത സൂചനകളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. മണിക്കൂറുകൾക്കകം, ഏതാണ്ട് ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ ആക്രമണത്തിലേക്ക് നീങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും മറ്റു രാജ്യങ്ങളുടെ എല്ലാം തന്നെ അഭ്യർത്ഥനയും അതുപോലെ തന്നെ അവരുടെ ഉറപ്പും മാനിച്ച് ഈ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുന്നുവെന്ന് ഔദ്യോഗികമായ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് യൂറോപ്പിൽ ചർച്ചകൾ നടക്കും. ചർച്ചകൾക്ക് അന്തിമ തീരുമാനമുണ്ടാകും. ആ അന്തിമ തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ ആഴ്ച തന്നെ സമാധാന ധാരണയിൽ ഒപ്പുവയ്ക്കും. JD വാൻസ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചയായിരിക്കും നടക്കുക എന്നൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആക്രമണത്തിൻ്റെ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റൊരു നിർണായക വിഷയം എടുത്തു പറയേണ്ടത്, ഇറാൻ ഈ ധാരണയിൽ പൂർണ്ണമായും അംഗീകാരം നൽകിയെന്ന് പറയാനുള്ള ഒരു അവസ്ഥയായിട്ടില്ല. അത്തരത്തിലൊരു വിശദീകരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത്തരത്തിലൊരു ധാരണ, അതായത് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന സമാധാന ധാരണ, അവസാനിക്കാനിരിക്കുന്ന യൂറോപ്പിൽ നടപ്പാകാനിരിക്കുന്ന ധാരണ എന്ന ആ സംവിധാനവുമായി പൂർണ്ണമായ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ പൂർണ്ണമായി ഒത്തുചേരുന്ന ഒരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് അതീവ ഗൗരവമായൊരു വിഷയമായി തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരും, അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് എന്ന് പറഞ്ഞു വെക്കുന്നതിനിടെയാണ്, അല്ലെങ്കിൽ ട്രംപ് അത്തരത്തിൽ ഒരു നീക്കം നടത്തി അത് നടപ്പിലാകും, ഈ ആഴ്ച തന്നെ സമാധാന ധാരണ ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കുന്നതിനിടെയാണ് വീണ്ടും ഇറാൻ പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് വലിയ ആശങ്കയ്ക്ക് വഴിയാക്കുന്നത്. അതെ.